ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്വാട്ടിക് പ്ലാന്റ്സ് എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ടാങ്കിൽ സ്കേപ്പൊക്കെ ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോൾ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഗ്രോ ആവുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിം ചെയ്യേണ്ടി വരും. ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. കൂടുതൽ പേര് എന്താ ചെയ്യുക, അത് കളയുക ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മളിപ്പം പ്ലാന്റും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ CO2 ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അതൊരു 3 ദിവസം 4 ദിവസമൊക്കെ ആകുമ്പോൾ ഡൈ ആയി പോകും. ചിലവർ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കേപ്പിൽ തന്നെ റീപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ഇതൊക്കെ നമ്മൾ ബാലൻസ് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഒന്നും കളയാണ്ട് ഭാവിയിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഒരു 80% നമുക്ക് പുറത്ത് തന്നെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്നത്. പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗാർഡനിങ് പോലെ ഒന്നും അല്ല കേട്ടോ. ഒരു പ്രത്യേക കണ്ടീഷനിൽ നമ്മൾ മോയ്സ്റ്റൊക്കെ ചെയ്തിട്ട് മെയിൻ്റെനൻസ് ഒന്നും അധികം ഒന്നും ഇല്ലാണ്ട് നമുക്കിത് എങ്ങനെ വളരാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ പേര് ഇമേഴ്സ്ഡ് മെത്തേഡ് എന്നാണ്. ഇതിന് കാര്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരു നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ നമുക്ക് വേണം. പിന്നെ നമുക്ക് ഗാർഡൻ സോയിൽ കുറച്ച് ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് ഗ്രേവൽസ് ഒക്കെ അതിന് മുകളിലിട്ട് കൊടുക്കുക, കുറച്ച് ഗ്രേവൽസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റീൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ പുറത്താണ് ചെയ്യുന്നത്, പുറത്താണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ്. പിന്നെ ആണെങ്കിൽ മെയിൻ്റെനൻസ് ഒന്നും അധികം ആവശ്യമില്ല, നമുക്കൊന്ന് ഇടയ്ക്കൊന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി. അതൊക്കെ എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. ആദ്യം തന്നെ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗാർഡൻ സോയിൽ, ഇത് ഞാൻ 3 പാക്കറ്റ് ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്, ഇത് ഇമേഴ്സ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലാന്റ്സ്. ഇപ്പോൾ എൻ്റെ അക്വാറിയത്തിൽ ഞാൻ ട്രിം ചെയ്ത് ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കണ്ടെയ്നറിൽ ബോട്ടം പോർഷനിൽ നമ്മൾ സോയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറിനനുസരിച്ചിരിക്കും നമ്മുടെ സോയിലിൻ്റെ ആവശ്യം. ഇപ്പോൾ നമ്മൾ റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ആവാൻ ആവശ്യമുള്ള സോയിലൊക്കെ ഇട്ടാൽ മതിയാവും നമ്മുടെ കണ്ടെയ്നറിലൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 പാക്കറ്റൊക്കെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മോയ്സ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് മോയ്സ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ഈ സോയിൽ കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇനി ഗ്രേവലാണ് ഇനി ടോപ്പ് പോർഷനിൽ ഇടുന്നത്. ഇനി ഗ്രേവലിൻ്റെ പകരം നിങ്ങൾക്ക് സോയിൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രേവൽ ഇട്ട് ഇനിയാണ് നമ്മൾ ഇനി ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഈ കോർണറിൽ വെക്കുന്നത് ഹിമാന്തിയസ് മൈക്രാന്തെമോയിഡ്സ് ആണ്. ഓരോ പ്ലാന്റ്സ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ഏരിയയിൽ അത്യാവശ്യം ഞാൻ സ്പേസ് കൊടുത്തിട്ടാണ് ഞാൻ ഓരോ പ്ലാന്റ്സ് ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതിപ്പോൾ ഒരു ഇമേഴ്സ്ഡ് പ്ലാന്റ് ആണല്ലോ, അപ്പോൾ ഗ്രോത്ത് ആയിട്ട് നന്നായിട്ട് ക്രീപ്പായിട്ട് അത് വളരുന്ന സമയത്ത് അതിനൊരു സ്പേസ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബക്കപ്പ് ഓസ്ട്രേലിയസ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലുഡിവിക ആർക്യൂട്ട ആഡ് ചെയ്യുന്നുണ്ട്, ലുഡിവിക മിനി സൂപ്പർ റെഡ് ആഡ് ചെയ്യുന്നുണ്ട്, AR മിനി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ കോർണറിലായിട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് സോയിലിലേക്ക്, നമ്മുടെ റൂട്ടൊക്കെ സോയിലിലേക്ക് ഇറങ്ങുന്ന ആ രീതിയിൽ വേണം നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പ്ലാന്റ്സ് അത്യാവശ്യം റൂട്ട് ഫോം ആവുന്ന ആ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ ഹൈഗ്രോഫീലിയ പിന്നാറ്റിഫീഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പ്ലാന്റ്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെയ്നർ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അമർത്തി അടയ്ക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് മാത്രം വെച്ചാൽ മാത്രം മതിയാകും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മോയ്സ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി 2 മാസം കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്.
ഞാനിപ്പോൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ 2 മാസമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ ഞാനിപ്പം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്ത് കേട്ടോ. അത്യാവശ്യം നോർമൽ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ മാത്രം അടച്ചു വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് കംപ്രസ് ചെയ്തിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ഏരിയ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് സൺലൈറ്റ് വരുന്നുണ്ട്, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിന് താഴെയാണ് വെക്കുന്നതെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ എത്ര മോയ്സ്റ്റ് ചെയ്താലും അത് ഡൈ ആയിപ്പോകും. അപ്പം വെളിച്ചം കിട്ടുന്ന രീതി ആയിരിക്കണം, ഡയറക്റ്റ് വെളിച്ചം ഇല്ലാത്ത രീതിയിലും വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ ഈ കണ്ടെയ്നറിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മളിതിപ്പോൾ ഞാൻ പ്ലാന്റ് ചെയ്ത പാടെ തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ഞാൻ 2 നേരമായിട്ട് മോയ്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കും, എന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു നേരം മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹിമിയാന്തിയസ് മൈക്രാന്തിമോയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ക്രീപ്പായിട്ട് വളർന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ലുഡ്വിക ആർക്യൂട്ടൊക്കെ ഉണ്ടല്ലോ, സൈഡിൽ കൂടെ ക്രീപ്പ് ചെയ്ത് വളർന്നിട്ട് നമ്മുടെ ഹെമിയാന്തസ് മൈക്രാന്തിമോയിഡ്സിൻ്റെ അടുത്തേക്കൊക്കെ ഫോം ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ലുഡ്വിക മിനി സൂപ്പർ റെഡ് ആയിക്കോട്ടെ, ബാക്കപ്പ് ഓസ്ട്രേലിയസ് ഒക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് ഫോം ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഇമേഴ്സ്ഡ് ഗ്രോത്ത് ആകുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ലീഫിൻ്റെ സ്ട്രക്ചറിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കാണുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പം നമ്മൾ ഓൾറെഡി നെറ്റിലൊക്കെ കണ്ടിട്ട് ഒരു പിക്ചർ ഉണ്ടാവും, അപ്പോൾ അതും ഇതും കണ്ടിട്ട് നമുക്ക് കൺഫ്യൂസ് ആവും ശരിക്കും പറഞ്ഞാൽ. അത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇമേഴ്സ്ഡ് ഗ്രോത്ത് ആയതുകൊണ്ടാണ് ലീഫിൻ്റെ സ്ട്രക്ചറിനൊക്കെ ചേഞ്ചസ് വരുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇത് മോയ്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പം ഞാൻ ഇതിൽ ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രോ ആവണമെന്നൊക്കെ ആണെന്നുണ്ട്, ഇനിയിപ്പോൾ നല്ല ഗ്രീൻ കളറൊക്കെ കിട്ടണമെന്നാണെങ്കിൽ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ സ്പ്രേയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മോയ്സ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഞാൻ ഹിമാന്തിയസ് മൈക്രാന്തിമോയിഡ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിലും ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി അതിൽ കാണാനൊക്കെ. ഇനി നമ്മളിപ്പം ഈ ഒരു ഇമേഴ്സ്ഡ് മെത്തേഡിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാന്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മിക്കവാറും ഒരു 80% പ്ലാന്റ്സും ഇമേഴ്സ്ഡ് ഗ്രോത്ത് ഒക്കെ തന്നെയാണ്. പക്ഷെ ചില പ്ലാന്റ്സ് ഒന്നും ഇമേഴ്സ്ഡ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്തെന്ന് വെച്ചാൽ ആൽഗേസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയാണ് നമ്മൾ ഈ സ്നെയിൽസ് പോലെയുള്ള പെസ്റ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ അക്വാട്ടിക് ഫാമൊക്കെ ഈ ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ മുമ്പ് ചെയ്ത 1.5 ഫീറ്റ് ടാങ്കിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.